ഇപ്പോൾ വന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കസ്റ്റഡിയിൽ. രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയാണ്. ഹരിമോഹനയുടെ വിശദാംശങ്ങളുമായി. ഹരി, ഇതാ ഉണ്ണികൃഷ്ണൻ പോറ്റി കസ്റ്റഡിയിലായിരിക്കുകയാണ്. എന്തൊക്കെ വിവരങ്ങൾ, എവിടം തൊട്ടുള്ള വിവരങ്ങൾ, ഏത് വർഷം തൊട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കാനുള്ള നീക്കത്തിലാണ് ഇനി അന്വേഷണ സംഘം? ആര്യ, ഏറ്റവും പ്രധാനപ്പെട്ട നീക്കമാണ് ഈ സ്വർണ്ണ കവർച്ചയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. കേസിലെ ഒന്നാം പ്രതി, രണ്ട് കേസുകളിലെയും ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം. അല്പസമയം മുൻപാണ് തിരുവനന്തപുരത്തെ പുളിമാത്തുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലേക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ ചെല്ലുന്നത്. അവിടുന്ന് ഞങ്ങൾക്ക് ചോദ്യം ചെയ്യേണ്ടതുണ്ട്, അതുകൊണ്ട് മറ്റൊരിടത്തേക്ക് പോകേണ്ടതുണ്ട് എന്ന് അറിയിച്ചുകൊണ്ട് മാത്രമാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടെ കൊണ്ടുപോയത്. എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് വീട്ടുകാരെ അറിയിച്ചിട്ടില്ല. കസ്റ്റഡിയിൽ എടുക്കുന്നതായിട്ടുള്ള ഔദ്യോഗിക വിവരങ്ങൾ, കസ്റ്റഡി മെമ്മോ അടക്കമുള്ള കാര്യങ്ങളും വീട്ടുകാർക്ക് കൈമാറിയിട്ടില്ല. കസ്റ്റഡിയിൽ എടുത്ത് കൊണ്ടുപോവുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ് നിലവിൽ മനസ്സിലായിരിക്കുന്നത്. ഒരുപക്ഷെ സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളത് പോലെ ചോദ്യം ചെയ്തതിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട നീക്കമായി തന്നെ ഇതിനെ വിലയിരുത്തേണ്ടതുണ്ട്. ദ്വാരപാലക പാളികളിലെയും ഒപ്പം തന്നെ കട്ടിളപ്പാളിയിലെയും ഒക്കെ തന്നെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട കേസിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നത്. പരമാവധി തെളിവുകൾ ശേഖരിച്ച ശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ ചോദ്യം ചെയ്യൽ എന്നുള്ളത് കൂടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ബംഗളൂരിലും ഹൈദരാബാദിലും ഉൾപ്പെടെ ചെന്നൈയിലും ഉൾപ്പെടെ നടത്തിയ പരിശോധനയിൽ എന്തായാലും നിർണായക വിവരങ്ങൾ SITക്ക് ലഭിച്ചിട്ടുണ്ടാവും. കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടത്തിയ പരിശോധന, മൊഴിയെടുക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിർണായക വിവരങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ഉണ്ടാകും. ഒപ്പം അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കെതിരെയും ഉള്ള തെളിവുകൾ കൃത്യമായും അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ടാകുമല്ലോ. അറസ്റ്റിനുള്ള സാധ്യത തന്നെയല്ലേ കാണുന്നത്? തീർച്ചയായിട്ടും അതിനുള്ള സാധ്യത തന്നെയാണ് നിലവിൽ കാണാനുള്ളത്. കസ്റ്റഡിയിൽ എടുത്ത ശേഷം ചോദ്യം ചെയ്ത് തിരിച്ചയക്കാനുള്ള സാധ്യതയല്ല, മറിച്ച് അറസ്റ്റിലേക്ക് തന്നെ കടക്കുന്ന സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. കാരണം രണ്ട് കേസുകളിലെയും പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അതിൽ കവർച്ചയും ഗൂഢാലോചനയും വിശ്വാസവഞ്ചനയും അടക്കമുള്ള കുറ്റങ്ങളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരായിട്ടുള്ള തെളിവുകൾ കൃത്യമായി പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ വ്യക്തമായ സൂചന കൂടിയാണിത്. കാരണം ഒരു തരത്തിലും തെളിവുകൾ ശേഖരിക്കാത്ത പശ്ചാത്തലത്തിൽ ചോദ്യം ചെയ്യില്ല എന്നുള്ളത് തന്നെയായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം പറഞ്ഞിരുന്നത്. ഇപ്പോൾ അങ്ങനെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തെളിവുകൾ കിട്ടി എന്നുള്ള അർത്ഥം തന്നെയാണുള്ളത്. പ്രത്യേകിച്ച് ദേവസ്വം വിജിലൻസ് കഴിഞ്ഞ ദിവസം ഇന്നലെയും അതിന്റെ തലേദിവസവും ഒക്കെ ആയിക്കൊണ്ട് കൃത്യമായ തെളിവുകൾ, മൊഴികൾ ഒക്കെ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിരുന്നു. ദേവസ്വം ആസ്ഥാനത്തെത്തിക്കൊണ്ട് ഈ തെളിവുകൾ വാങ്ങിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിക്കൊണ്ട് അവിടെ നിന്ന് CEO ആയിട്ടുള്ള പങ്കജ് ഭണ്ഡാരിയുടെ മൊഴി രേഖപ്പെടുത്തി അവിടെ നിന്നുള്ള രേഖകൾ കൂടി ശേഖരിച്ചിട്ടുണ്ടായി. ഹൈദരാബാദിൽ പോയി പരിശോധന നടത്തി. ഇവിടെ നിന്നെല്ലാമുള്ള വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് അത് കൃത്യമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് തന്നെ എത്തുന്നു, അല്ലെങ്കിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ വിവരം തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതായത് ദ്വാരപാലക പാളികൾ ഹൈദരാബാദിലെ ഒരു സ്ഥാപനത്തിൽ കൊണ്ടുചെന്ന്, അത് മന്ത്ര ഗോൾഡ് കോട്ടിങ്സ് എന്ന സ്ഥാപനം തന്നെയാണെന്നുള്ള വിവരത്തിലേക്കാണ് പ്രത്യേക അന്വേഷണ സംഘം എത്തിയത്. അവിടെ ചെന്ന് ഈ സ്വർണം കവർന്നിട്ടുണ്ട്, അല്ലെങ്കിൽ സ്വർണം കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ലഭിക്കുന്ന വിവരം. അത്തരത്തിലുള്ള മൊഴികൾ കൂടി, അതിനെ സാധൂകരിക്കുന്ന മൊഴികൾ കൂടിയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇതിനു വേണ്ടി തന്റെ സുഹൃത്തുക്കളായിട്ടുള്ള അനന്തസുബ്രഹ്മണ്യത്തെയും നാഗേഷിനെയും ഒക്കെ തന്നെ ഉപയോഗിച്ചു എന്നുള്ളതും തെളിയിക്കുന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ കൂടി പ്രത്യേക അന്വേഷണ സംഘത്തിന് ഹൈദരാബാദിൽ നിന്നും ബംഗളൂരുവിൽ നിന്നും ഒക്കെ തന്നെ ലഭിച്ചിരുന്നു. മാത്രമല്ല ഈ പാളികൾ കൊണ്ടുപോയതിലെ 39 ദിവസം, ആ 39 ദിവസം കൃത്യമായി ഇതിനുവേണ്ടി ഗൂഢാലോചന നടത്തിക്കൊണ്ട് ആ പാളികളിലെ സ്വർണം കവരുന്നതിനു വേണ്ടി, അല്ലെങ്കിൽ അത് വേർതിരിച്ച് മാറ്റി അത് കവരുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നുണ്ടായിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് ഈ സ്വർണ്ണ കവർച്ച ഉണ്ടായത് എന്നുള്ള കൃത്യമായ നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ചുരുക്കമായി തന്നെ കാണാവുന്നത്. പ്രത്യേകിച്ച് ഒന്നാം പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുകയും കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് അറസ്റ്റിലേക്ക് നീങ്ങുകയും ചെയ്താൽ മാത്രമേ ബാക്കിയുള്ള പ്രതികളിലേക്ക് കൂടി എത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ഇടനിലക്കാരൻ മാത്രമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയിലൂടെ മാത്രമേ മറ്റ് ദുരൂഹതകൾ, അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്നവരും അന്ന് കരാറുകൾ, സ്പോൺസർമാർ ഉൾപ്പെടെ കരാറുകൾ നൽകിയവരെ പറ്റിയുള്ള അന്വേഷണം കൃത്യമായി ഇനി മുന്നോട്ട് പോകണമെങ്കിൽ, ഈ കേസിലെ ദുരൂഹതകൾ മാറ്റണമെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്താൽ മാത്രമേ, ഉണ്ണികൃഷ്ണൻ പോറ്റിയിലൂടെ മാത്രമേ മറ്റ് സ്പോൺസർമാരിലേക്കും, ഒപ്പം തട്ടിപ്പ് നടത്തിയ ആരൊക്കെയാണ് ആ ഉദ്യോഗസ്ഥർ, ഉന്നത ബന്ധങ്ങളുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരുമല്ലേ?
തീർച്ചയായിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നതിലൂടെ മാത്രമേ ബാക്കി പ്രതികളിലേക്കുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇത് നേരിട്ട്, അതായത് ഈ ഗൂഢാലോചനയിലും കവർച്ചയിലും ഒക്കെ തന്നെ നേരിട്ട് പങ്കാളിയായത്. പക്ഷെ ആ നേരിട്ട് പങ്കാളിയാകുമ്പോഴും അതിനുള്ള സഹായം അല്ലെങ്കിൽ അതിനുള്ള നിർദ്ദേശം അല്ലെങ്കിൽ അതിനുള്ള സമ്മർദ്ദമൊക്കെ ഏത് വഴിയിൽ കൂടിയാണ് വന്നത്, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഈ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം നിന്നിട്ടുള്ളത് എന്നതടക്കമുള്ള വിവരങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് തന്നെ ലഭിക്കേണ്ടതുണ്ട്. അവിടെയാണ് മറ്റു പ്രതികളുടെ കാര്യം, അതായത് ഉദ്യോഗസ്ഥരുടെ മാത്രമല്ല, അതിൽ ദേവസ്വം ബോർഡിലെ അംഗങ്ങൾ അടക്കമുണ്ട്. അപ്പോൾ അവരിലേക്കൊക്കെ എത്തണമെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഒരു പ്രധാനപ്പെട്ട മാർഗം എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്ന വിവരങ്ങളെല്ലാം അതീവ പ്രധാനപ്പെട്ടത് തന്നെയാണ്, അതിലൊരു സംശയവും വേണ്ട. കാരണം മുൻപ് ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്ത സമയത്തൊക്കെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് കൃത്യമായ മറുപടികളൊന്നും ലഭിച്ചിരുന്നില്ല. അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ദേവസ്വം വിജിലൻസ് ഈ സ്വർണ്ണ കവർച്ച നടന്നതും അതിൽ പോറ്റിയാണ് പ്രധാനപ്പെട്ട പ്രതിയെന്നും കണ്ടെത്തിയത്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുത്ത് നിന്ന് ലഭിക്കേണ്ട പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ, ചില മൊഴികളൊക്കെ തന്നെയുണ്ട്. അത് പ്രത്യേക അന്വേഷണ സംഘത്തിന് ശേഖരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. കാരണം അത് കസ്റ്റഡിയിലെടുത്തുള്ള ചോദ്യം ചെയ്യലാണ്. അതുകൊണ്ട് തന്നെ അത് എത്ര നേരം വേണമെങ്കിലും നീണ്ടുപോകാൻ സാധിക്കും. അത് കൃത്യമായ മൊഴി അല്ലെങ്കിൽ തെളിവുകൾ കയ്യിലുണ്ടെങ്കിൽ അറസ്റ്റിലേക്കടക്കം നീങ്ങാനുള്ള സാഹചര്യം കൂടി അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട്. അതിന് എല്ലാ തരത്തിലും ഉള്ള നിയമ സാധൂകരണം ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ച് ഈ സ്വർണ്ണ കവർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ച ആൾ എന്നുള്ള നിലയ്ക്ക് ഇന്നത്തെ ചോദ്യം ചെയ്യൽ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കുരുക്കാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. എന്തായാലും കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂരിലേക്ക് പോയി എന്നുള്ളൊരു വിവരമുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം തിരിച്ചു വന്നു, സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു, പിന്നെ തിരിച്ച് പുളിമാത്തുള്ള വീട്ടിൽ പോയി എന്നുള്ളതാണ്. കൃത്യമായി നിരീക്ഷണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നിർത്തിയിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ കസ്റ്റഡി എന്നുള്ള രൂപത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം എന്ന് പറയുന്നത്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് കണ്ടെത്തേണ്ട മറ്റു ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ കേരളത്തിന് പുറത്തുള്ള ചില ആളുകൾ, അതായത് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ച കൽപേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. മാത്രമല്ല ഹൈദരാബാദിലെ ഈ പാളികൾ കൊണ്ടുപോവുകയും അവിടെ നിന്ന് തിരിച്ച് സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിക്കുകയും ചെയ്ത നാഗേഷ് എന്ന് പറയുന്ന ഈ രണ്ട് പേരുകൾ, കൽപേഷ്, നാഗേഷ് എന്നീ പറയുന്ന രണ്ട് പേരുകൾ അത് ദുരൂഹമായി തന്നെ തുടരുകയാണ്. പക്ഷേ ഇവർ ഒരാളാണോ എന്നുള്ളൊരു സംശയത്തിൽ പ്രത്യേക അന്വേഷണ സംഘം എത്തിയിരുന്നു. അപ്പോൾ ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് വേണ്ട തെളിവുകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ സമയത്ത് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. കാരണം അവർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിന് പുറത്ത് തന്നെയായിരുന്നു. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ പരിശോധന നടത്തി, ചെന്നൈയിലെ തന്നെ ജയറൻ ജുവലറിയിൽ പരിശോധന നടത്തി, ഹൈദരാബാദിലെ സ്ഥാപനത്തിൽ പരിശോധന നടത്തി, ബാംഗ്ലൂരിലെ അനന്ത സുബ്രഹ്മണ്യത്തിന്റെ വീട്ടിലടക്കം ഇത്തരത്തിൽ പരിശോധന നടത്തി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം.